ദിവസങ്ങൾ ഒന്നൊന്നായി പിന്നിട്ടുകൊണ്ടേയിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ധരനാണെങ്കിൽ അന്ന് ഓഫീസിലേക്ക് പോയില്ല. രാവിലത്തെ പതിവ് നടത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കാർത്തു വെളിയിൽ ഇരിപ്പുണ്ട്. നിനക്കെന്താ ഒരു ക്ഷീണം പോലെ? മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ. ധരൻ അവളുടെ അടുത്തേക്ക് വന്ന് അത് കേട്ടുകൊണ്ടാണ് ദേവമ്മയും ഇറങ്ങി വന്നത്. ഓനെ, ഞാനും ഈ കാര്യം ഇപ്പം പറഞ്ഞേ ഉള്ളൂ. കാർത്തുൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞു, ആകെ വിളറിയിരിക്കുന്നു. റെഡിയാവും കാർത്തു, നമുക്ക് ഹോസ്പിറ്റലിലൊന്ന് പോകാം. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. 2 ദിവസമായിട്ട് ഉറക്കം ശരിയായില്ല, അതാണ്. അവൾ ഒഴിഞ്ഞു മാറിയെങ്കിലും ധരൻ അവളെ വഴക്ക് പറഞ്ഞു. ഏട്ടാ, ഇന്ന് ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും കാണില്ല. ക്ഷീണം മാറിയില്ലെങ്കിൽ നമുക്ക് നാളെ പോകാം. ഏട്ടൻ ഇപ്പോൾ പോയി കുളിച്ച് ഫ്രഷായി വാ, നമ്മൾക്ക് എന്തെങ്കിലും കഴിക്കാം. അതും പറഞ്ഞുകൊണ്ട് അവൾ വേഗം മുറിയിലേക്ക് പോയി. മോളെ കാർത്തു, നിനക്ക് ഈ മാസം പീരീഡായോ കുട്ടി? ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിളിൽ വെച്ചുകൊണ്ട് നിന്ന കാർത്തുവിനോട് ശബ്ദം താഴ്ത്തി ദേവമ്മ ചോദിച്ചു. ഇല്ല. ഇനി വല്ലതും ഉണ്ടോ കാർത്തു? നിന്റെ ക്ഷീണം കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നു. ഏയ്, അതിൻ്റെ ഒന്നും അല്ല ദേവമ്മേ, സമയമാകുമ്പോൾ ആയിക്കോളും, അത് പതിവുള്ളതല്ലേ. ചെറിയ ഒരു പുഞ്ചിരിയോട് കൂടി അവൾ അവരെ ഒന്ന് നോക്കിയ ശേഷം ഭക്ഷണം കഴിക്കുവാനായി ധരനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു പോയി. എൻ്റെ മഹാദേവ, എൻ്റെ മക്കളുടെ സങ്കടം നീ കാണുന്നില്ലേ? ഒരു കുഞ്ഞിനെ കൊടുക്കാൻ എന്താണ് ഭഗവാനെ ഇത്ര താമസം? എത്ര നാളായി ഈ ഒരു പ്രാർത്ഥനയോട് കൂടി നിന്നെ ഞാൻ വന്ന് കാണുന്നു. എന്നിട്ട് നീ എന്തേ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാതെ? ഒഴുകി വന്ന മിഴിനീർ തുടച്ചു മാറ്റിക്കൊണ്ട് ദേവമ്മ അടുക്കളക്കോണിൽ നിന്നു. അമ്മേ. അല്പം കഴിഞ്ഞതും കാർത്തൂൻ്റെ ശബ്ദം. അവർ വേഗം പിന്തിരിഞ്ഞു. എന്താ കുട്ടി? കഴിക്കാൻ വരുമെന്നേ, ദേവേട്ടൻ വിളിച്ചതൊന്നും അമ്മ കേട്ടില്ലേ? മൂവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. അപ്പവും ഗ്രീൻ പീസ് കറിയുമായിരുന്നു കാലത്തെ കഴിക്കാൻ. കറി എടുത്ത് നാവിലേക്ക് വെക്കുമ്പോഴെല്ലാം കാർത്തൂന് ചെറിയ മനംപുരട്ടൽ പോലെ തോന്നി. പീരീഡാവും മുന്നേ ഇതുപോലെ പല ലക്ഷണവും ഉള്ളതുകൊണ്ട് കാർത്തു അതത്ര മൈൻഡ് ചെയ്തില്ല. നേരത്തെയൊക്കെ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ താൻ കാത്തിരിക്കും, ഇനി വിശേഷം വല്ലതും ആണോ എന്ന് ഓർക്കും. പക്ഷെ 3-4 ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രതീക്ഷയൊക്കെ തകിടം മറിയും. പലതരം ആലോചനയോട് കൂടി അവൾ അങ്ങനെ ഇരുന്ന് കഴിച്ചെഴുന്നേറ്റു. പാത്രങ്ങളെല്ലാം സിങ്കിലേക്ക് കൊണ്ടുപോയി ഇട്ട ശേഷം ടേബിൾ തുടയ്ക്കാൻ വന്നതാണ്. അപ്പോഴേക്കും അടിവയറ്റിൽ എന്തോ ഉരുണ്ട് കയറും പോലെ തോന്നി. വേഗം തന്നെ അവൾ വാഷ് ബേസിൻ്റെ അരികിലേക്ക് ഓടി. കാർത്തു ഛർദ്ദിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ധരൻ പാഞ്ഞു വന്നു. എന്താ കാർത്തു, എന്താ പറ്റിയേ? അവൻ വന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഒന്നുമില്ല, ആ കറി കഴിച്ചു തുടങ്ങിയപ്പോൾ മുതൽക്ക് എന്തോ ഒരു മനംപുരട്ടൽ പോലെ. ടവലെടുത്ത് മുഖം തുടച്ചുകൊണ്ട് കാർത്തു അവനെ നോക്കി. നീ റെഡിയാവുക കാർത്തു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ക്യാഷ്വാലിറ്റി കയറുകയാണെങ്കിലും ഡോക്ടറെ കാണാമല്ലോ. 2 വായഗുളിക കഴിച്ചു നോക്കാം, ഗ്യാസിൻ്റെ ആവും. അതൊന്നും വേണ്ട, നിങ്ങൾ രണ്ടാളും പോയി ഡോക്ടറെ കണ്ടേ, എന്നിട്ടല്ലേ ബാക്കി. ദേവമ്മയും ധരനും ഒരുപാട് നിർബന്ധിച്ചു. ഒടുവിൽ കാർത്തു ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായി വന്നു. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും കാർത്തുവിന് ചെറിയ തലകറക്കം പോലെ തോന്നി. പക്ഷെ അതൊന്നും അവൾ അത്ര കാര്യമാക്കിയില്ല. കാരണം തലേ മാസത്തിൽ അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നീ എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? ഒന്നും മിണ്ടാത്തതുകൊണ്ട് തൻ്റെ അടുത്തിരിക്കുന്ന കാർത്തുവിനെ നോക്കി ധരൻ ചോദിച്ചു. പീരിയഡ്സ് മിസ്സായി എന്നറിഞ്ഞതും പതിവ് പോലെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനായി ഡോക്ടർ കുറിച്ചു. അത് കൊടുത്ത ശേഷം രണ്ടാളും പുറത്തെ കസേരയിൽ ഇരിക്കുകയാണ്. കാർത്തു, ധരൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ക്ഷീണമുണ്ടോടാ? ഇല്ല ദേവേട്ടാ, കുഴപ്പമില്ല. ഫ്ലൂയിഡ് ഇടാന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഫുഡ് കഴിച്ചോളാം. കാർത്തിക ധരൻ്റെ ക്യാഷ്വാലിറ്റിയുടെ വാതിക്കൽ നിന്ന് നേഴ്സ് ഉറക്ക വിളിച്ചു. ധരനും കാർത്തും കൂടി അവരുടെ പിന്നാലെ ഡോക്ടറിനെ കാണുവാനായി എഴുന്നേറ്റു. ഇരിക്ക് കാർത്തിക, ഇപ്പം എങ്ങനെയുണ്ട്? വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഡോക്ടർ എലിസബത്ത് കുര്യൻ അവളോട് ചോദിച്ചു. ഇല്ല ഡോക്ടർ. വേറെ എന്തെങ്കിലും ക്ഷീണമുണ്ടോ നിലവിൽ? ഇല്ല. റിസൾട്ട് പോസിറ്റീവാണ്. എന്തായാലും നാളെ കാലത്തെ ഡോക്ടർ അരുന്ധതിയെ വന്ന് കാണുകട്ടോ. ക്ഷീണമുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലൂയിഡ് ഇട്ടിട്ട് പോകാം. അപസ്മാരം ബാധിച്ചവളെ പോലെ ഡോക്ടറുടെ മുഖത്തേക്ക്
തുറിച്ചു നോക്കിയിരിക്കുകയാണ് കാർത്തു. അപ്പോൾ ഡോക്ടർ, കാർത്തിക പ്രഗ്നൻ്റ് ആണോ? താൻ കേട്ടത് ഒന്നുകൂടി ഉറപ്പുവരുത്തുവാനായി ധരൻ അവരെ നോക്കി. അതെ, കാർത്തിക പ്രഗ്നൻ്റ് ആണ്. UPT ടെസ്റ്റിൻ്റെ റിസൾട്ട് പോസിറ്റീവാണ്. അവർ പറഞ്ഞതും കാർത്തു അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. കാർത്തു, ധരൻ അവളുടെ തോളിൽ പിടിച്ചു. ഏയ് കാർത്തിക, ഹാപ്പി ന്യൂസ് കേട്ടപ്പോൾ ഇയാൾ കരയുവാണോ ചെയ്യുന്നേ? ഞാൻ എന്തായാലും ഡോക്ടർ അരുന്ധതിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഇപ്പോൾ ഒരു കേസിനായി ലേബർ റൂമിൽ എത്തിയിട്ടുണ്ട്. അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ കണ്ടിട്ട് പോകാം, ഡോക്ടർ എലിസബത്ത് അവളോട് പറഞ്ഞു. തീർച്ചയായും ഞങ്ങൾ കണ്ടിട്ടേ പോകൂ. ധരൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. എന്നിട്ട് ലേബർ റൂമിൻ്റെ വാതിൽക്കലേക്ക് നടന്നു. ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ അരുന്ധതി ഇറങ്ങി വന്നത്. അതുവരേക്കും ധരനും കാർത്തുവും പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരേ ഇരിപ്പായിരുന്നു. ഒന്നും സംസാരിക്കുന്നില്ല. ആകെ കൂടി ഡോക്ടറിനെ കണ്ട ശേഷം ഉറപ്പ് വരുത്തുവാനാണ് അവരുടെ തീരുമാനവും തോന്നി. ഡോക്ടറെ കണ്ടതും കാർത്തു അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ധരൻ്റെ മിഴികളും ഏറെക്കുറെ നിറഞ്ഞു തൂവിയാണിരിക്കുന്നത്. എന്തിനാ ഇനിയും കരയുന്നത്? സന്തോഷിക്കുകയല്ലേ വേണ്ടത് കാർത്തിക? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു. ഡോക്ടർ, സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതുള്ളതാണോ ഡോക്ടർ? അതോ ഇനി അവർക്ക് എന്തെങ്കിലും അബദ്ധം? ഇല്ല കുട്ടി, ഒരബദ്ധവുമല്ല. ഈ റിസൾട്ട് പോസിറ്റീവാണോ? ഇയാൾ പ്രഗ്നൻ്റാ. എന്തേ, എന്നെയും വിശ്വാസമില്ലേ? ഞങ്ങൾക്ക് രണ്ടാൾക്കും ഡോക്ടറെ വിശ്വാസമാണ്. ഉള്ളിലെ ഭയം കൊണ്ട് ഇവള് ചോദിച്ചു പോന്നതാ. ധരനും തൻ്റെ മിഴികൾ തുടച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു. ഒരു പേടിയും വേണ്ട, 100% വിശ്വസിച്ചോ. കാർത്തിക, താനൊരമ്മയാവാനുള്ള തയ്യാറെടുപ്പിലാണ്. തൻ്റെ ഉള്ളിലും ഒരു കുഞ്ഞു ജീവൻ തുടികൊട്ടി തുടങ്ങിയിടൂ. ഇനി ആവശ്യമില്ലാത്ത ഒരു ചിന്തയും വേണ്ട. ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അവളോട് തോളി തട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വണ്ടിയിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് അമ്മയെ വിളിച്ചില്ലല്ലോ എന്ന് കാർത്തു ഓർത്തത്. ഏട്ടാ, അമ്മയെ വിളിച്ചില്ലല്ലോ. പാവം ടെൻഷൻ അടിച്ചിരിക്കാവോ? പെട്ടെന്ന് അവൾ അവനോട് പറഞ്ഞു. ഞാനും അക്കാര്യം വിട്ടുപോയി. ഡോക്ടർ അരുന്ധതിയെ കണ്ട ശേഷം അമ്മയെ വിളിക്കാമെന്ന് കരുതിയതായിരുന്നു. ധരൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ഹലോ മോനെ, ഡോക്ടറെ കണ്ടോടാ? ഓ അമ്മേ, ഇപ്പം കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് എന്തു പറഞ്ഞു മോനെ? കാർത്തൂന് എന്താ പറ്റിയേ? അവരുടെ ആകുലതയോടെയുള്ള ശബ്ദം അവൻ്റെ കാതിൽ പതിച്ചു. കുഴപ്പമൊന്നുമില്ലമ്മേ, അമ്മയൊരു അച്ചമ്മയാവാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോളൂ. കാർത്തുവിനെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് ധരൻ അമ്മയോട് പറഞ്ഞു. എൻ്റെ മഹാദേവ, ഈ പ്രാർത്ഥന കേട്ടല്ലോ. അമ്മയുടെ കരച്ചിലുകൾ കാർത്തുവിൻ്റെ കാതിലും പതിഞ്ഞു. അത് കേട്ടപ്പോൾ പാവം കാർത്തുവും കരഞ്ഞു പോയിരുന്നു. ഇരുവരും വരുന്നത് നോക്കി ദേവമ്മ ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു. വണ്ടി വന്നു നിന്നതും അവർ കാർത്തുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവളെ കെട്ടിപ്പിടിച്ചു. ഇരുവരും കരയുന്നത് കണ്ടുകൊണ്ട് ധരൻ അവരെ വഴക്കു പറഞ്ഞാണ് അകത്തേക്ക് കയറ്റിയത്. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ ദേവമ്മ ഫോണെടുത്ത് ലക്ഷ്മി ആൻറ്റിയെ വിളിച്ചു. ലക്ഷ്മിയും മേനോനും ഇപ്പോൾ അവരുടെ മകളുടെ ഒപ്പം ന്യൂസിലാൻഡിലാണ് താമസം. അനാമിക വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടിയും ഭർത്താവുമായിട്ട് അവിടെ സെറ്റിലാണ്. വിവരം അറിഞ്ഞതും അവർക്ക് ഒരുപാട് സന്തോഷമായി. കാർത്തുവിനോട് ലക്ഷ്മി ആൻറ്റി കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്ത ശേഷമാണ് ഫോൺ കട്ട് ചെയ്തത്. കാർത്തുവിനെ പൊന്നുപോലെയാണ് ദേവമ്മ നോക്കിയത്. ഓരോ നിമിഷവും അവളുടെ അരികത്ത് നിന്നും മാറാതെ അവർ കൂടെ നിന്നു. അവളുടെ ഏതാഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കുവാനായി അവർ തിടുക്കം കൂട്ടുകയായിരുന്നു. എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഏറെ പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് ധരൻ വരുന്നത്. കാർത്തു എത്ര വന്നാലും അവൻ കേൾക്കില്ല. ഒക്കെ എൻ്റെ വാവയ്ക്ക് കൂടി ഉള്ളതാണെന്ന് പറഞ്ഞ് അവൻ കണ്ണിറുക്കും. ഇടയ്ക്കൊരു തവണ കാർത്തുവിൻ്റെ അച്ഛനും അമ്മയും കൂടി അവളെ കാണുവാൻ താല്പര്യം പ്രകടിപ്പിച്ചതായി ദേവമ്മ ധരനെ അറിയിച്ചു. പക്ഷെ അവൻ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. അറ്റുപോയ ബന്ധങ്ങളുടെ പേരും പറഞ്ഞ് ആരും ഇവിടേക്ക് കയറി വരേണ്ടെന്ന് അവൻ അമ്മയ്ക്ക് മറുപടി കൊടുത്തു. അവരുമായിട്ട് ഒരടുപ്പവും ഇല്ലാഞ്ഞതുകൊണ്ട് ദേവമ്മയും മകൻ്റെ വാക്കുകളാണ് കേട്ടത്. നിനക്ക് നിൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ താല്പര്യമുണ്ടോ കാർത്തൂന്ന്?
ധരൻ ചോദിച്ചപ്പോൾ വേണ്ട ദേവേട്ട എന്നാണ് അവൾ അവനോട് പറഞ്ഞത്. കാരണം അവളുടെ അമ്മയിൽ നിന്നും അത്രമാത്രം ദുഃഖങ്ങൾ കാർത്തു അനുഭവിച്ചു കഴിഞ്ഞു. താൻ ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ലെന്നും അമ്മയുടെ ശാപവാക്കുകൾ ഓർക്കുമ്പോൾ അവരെ ഇനി കാണുവാൻ പോലും ഇടയുണ്ടാവരുതെന്നാണ് അവൾ ആഗ്രഹിച്ചത്. അതിലും എത്രയോ സ്നേഹമുള്ളവരാണ് അടുത്ത വീട്ടിലെ ഗീത ചേച്ചിയും കുടുംബവുമെന്നാണ് കാർത്തു ചിന്തിച്ചത്. സ്കാനിങ്ങിന് ചെന്നപ്പോഴാണ് കാർത്തൂവും ധരനും അറിഞ്ഞത് തങ്ങൾക്ക് ലഭിച്ചത് ഇരട്ടി മധുരമാണെന്ന്. അതെ, അവളുടെ വയറ്റിൽ വളരുന്നത് 2 കുട്ടികളായിരുന്നു. വീണ്ടും ഒരു പൂക്കാലം കടന്നു വന്നതായി അവർക്ക് തോന്നി. ഓരോ മാസവും ചെല്ലുന്തോറും കാർത്തുവിൻ്റെ വയറ് വലുതായി തുടങ്ങി. ചെറിയ ചെറിയ ക്ഷീണം അവൾക്കുണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ രണ്ടാളും സുരക്ഷിതരാവണേന്നാണ് കാർത്തു പ്രാർത്ഥിച്ചത്. പെറ്റമ്മയേക്കാൾ കരുതലോടെ ദേവമ്മ അവളുടെ ഒപ്പം ഉണ്ടെന്നുള്ളതാണ് കാർത്തുവിൻ്റെ ഏക സന്തോഷവും ആശ്വാസവും. അവൾക്ക് വേണ്ടതായിട്ടുള്ള ശുശ്രൂഷകളെല്ലാം ചെയ്തുകൊണ്ട് അവരവളെ നോക്കി. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ധരൻ അവളുടെ ഒപ്പം കൂടും. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുൽത്തകിടിയിൽ കൂടി അവൻ അങ്ങനെ നടക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് നിറമിഴികളോടെ ദേവമ്മയും ഉമ്മറത്ത് കാണും. ഡേറ്റ് അടുത്തതും ഡോക്ടർ അവളെ പരിശോധിച്ച ശേഷം സിസേറിയൻ ചെയ്യാമെന്ന് നിർദ്ദേശിച്ചു. അനുയോജ്യമായ ഒരു തീയതിയും കൊടുത്തു. അങ്ങനെ 11 വർഷങ്ങൾക്ക് ശേഷം 1000 സ്വപ്നങ്ങൾക്ക് നിറപ്പകിട്ട് ചാർത്തുവാനായി 2 വാവകളും അവർക്ക് കൂട്ടായി വന്നു. കണ്ണനും കല്യാണിയും. എല്ലാ വേദനയും മറന്നുകൊണ്ട് കാർത്തു തൻ്റെ മക്കളെ ഇരുവരെയും മാറോട് ചേർത്തണച്ചു. അവളുടെ ഈറൻമിഴികൾ ഒപ്പിക്കൊണ്ട് ധരനും കൂടെ നിന്നു. അവളുടെ നെറുകയിൽ അവൻ തൻ്റെ അതരം ചേർത്തു. കുഞ്ഞുമക്കളെ കണ്ടപ്പോൾ ദേവമ്മയും കരഞ്ഞു പോയിരുന്നു. അപ്പോഴും ഒരേയൊരു പ്രാർത്ഥന മാത്രം, എൻ്റെ മഹാദേവ, നീ തന്നെ തുണ. ഡോക്ടർ അരുന്ധതിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്നും പടിയിറങ്ങുമ്പോൾ തങ്ങളുടെ അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്ന എല്ലാ ദമ്പതിമാരെയും പരീക്ഷിക്കാതെ ഒരു കുഞ്ഞിനെ നൽകി അവരെ അനുഗ്രഹിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രം ഇരുവർക്കും ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലെത്തിയപ്പോൾ കാർത്തു കണ്ടു തങ്ങളുടെ മുറിയിൽ 2 കുഞ്ഞി തൊട്ടിലുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അത് കണ്ടതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരുന്നു വന്നു. എത്ര നാളത്തെ ആഗ്രഹമായിരുന്നുവെന്ന് അവർ ഓർത്തു. കുഞ്ഞുമക്കളുടെ കരച്ചിലും ചിരിയും കൊഞ്ചലും ഒക്കെ ചേർന്ന് അവിടെ ഒരു പുതുയുഗം വിടരുകയായിരുന്നു. ആ കുടുംബത്തിലെ ഓരോ പുലരിയും പുതുമ നിറഞ്ഞതാകുകയായിരുന്നു. അച്ഛമ്മയും അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് കണ്ണനെയും കല്യാണിയെയും കൊഞ്ചിച്ചുകൊണ്ടേയിരുന്നു. അവസാനിച്ചു. ധരനെയും കാർത്തൂനെയും സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. കുറേ വലിച്ചെഴുതി ബോറടിപ്പിക്കുന്നതിലും നല്ലത് ഇങ്ങനെ തീർക്കുന്നതാണെന്ന് തോന്നി. പിന്നെ ഈ കഥയെന്നൊക്കെ പറയുന്നത് ഞാൻ എഴുതി തുടങ്ങിയതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എഴുതിയതാകട്ടോ, അതായത് പ്രതിലിപിയിൽ. അപ്പോൾ കുറേയേറെ അപാകതകളൊക്കെ ഈ കഥയ്ക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും ക്ഷമിക്കണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ.